ചുഴലിക്കാറ്റിൽ വ്യാപക കൃഷിനാശമുണ്ടായ കാവിലുംപാറയിലെ കർഷകർക്ക് ആശ്വാസമായി അടിയന്തര പ്രഖ്യാപനങ്ങൾ. നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ കർഷകർക്ക് 10 ദിവസം കൂടി അനുവദിച്ചതായും നഷ്ടപ്പെട്ട വിളകൾ സൗജന്യമായി റീപ്ലാന്റ് ചെയ്യുന്ന കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി സിദ്ദീഖ് പറഞ്ഞു. ഇവിടം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വേനൽ മഴയ്ക്കും ചുഴലിക്കാറ്റിനും പിന്നാലെ കാവിലുംപാറയിൽ ദുരിതത്തിലായ കർഷകർക്ക് താങ്ങാകാൻ അടിയന്തര നടപടികളുമായി കൃഷിവകുപ്പ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൃഷിയെ മാത്രം ആശ്രയിച്ച നാണ്യവിള കർഷകരുടെ ഭാവി കരുതലാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്. ഗ്രാമ്പൂ കർഷകർക്കടക്കം വൻ തുകയാണ് ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഉദ്യോഗസ്ഥരെ ഇതിനകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാശത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് വിവരങ്ങൾ സമർപ്പിക്കാനുള്ള സമയപരിധി 10 ദിവസം കൂടി നീട്ടി നൽകിയിട്ടുണ്ട്. നാഥാപുരം MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മന്ത്രിക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ ചുഴലിക്കാറ്റും പ്രകൃതിക്ഷോഭത്തിലും വലിയ രീതിയിലുള്ള കൃഷിനാശവും പ്രയാസങ്ങളും കർഷകർക്ക് നേരിട്ടത് നിവേദനമായും ഫോൺ മുഖാന്തരവും വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാശനഷ്ടമുണ്ടായിട്ടുള്ള സ്ഥലം സന്ദർശിക്കുകയും കർഷകരെ നേരിട്ട് അവരുടെ പരാതികൾ കേൾക്കുകയും അതിനുശേഷം ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം ചേരുകയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത്. പ്രിയപ്പെട്ട MLA ശ്രീ KM അഭിജിത്ത്, അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതുപോലെ വിവിധ ജനപ്രതിനിധികൾ, വിവിധ കർഷക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി എല്ലാവരുടെയും സാന്നിധ്യം ഇന്നത്തെ യോഗത്തിന് കർഷകരോടൊപ്പം ഉണ്ടായിരുന്നു. ഒന്ന്, ഇവിടെ കണക്ടിവിറ്റി പ്രശ്നം സീരിയസ് ആയി നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് രജിസ്ട്രേഷൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനുള്ളതായിരിക്കുന്ന സമയപരിധി നീട്ടണം എന്നുള്ള കർഷകരുടെ ആവശ്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ദിവസം കൂടെ നീട്ടാനുള്ള നടപടി സ്വീകരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ക്ലോവ്, ഗ്രാമ്പു അത് നമ്മുടെ ഇൻഷുറൻസ് പരിധിയിലേക്ക്, കോമ്പൻസേഷൻ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ, ഫസൽ ഭീമ യോജന ഉൾപ്പെടെയുള്ള സംവിധാനത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നോട്ടിഫിക്കേഷൻ നടപടികളിലേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് കടക്കും. സൈക്ലോണിൻ്റെ പശ്ചാത്തലത്തിൽ 2021 മുതലുള്ള കേരളത്തിൽ വിവിധ മേഖലകളിൽ SDRFൻ്റെ ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഇതുവരെ കൊടുക്കാത്തതായ പ്രശ്നം വളരെ സീരിയസ് ആണ്. അപ്പോൾ അതിൽ ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുമായി സംസാരിക്കും. കേരളം മുഴുവനുള്ളതായിരിക്കുന്നൊരു പ്രശ്നമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ സന്ദർഭത്തിൽ കർഷകരുടെ ഇത്രയും ഗൗരവമായിട്ടുള്ള പ്രശ്നത്തിൽ വന്നിട്ടുള്ള ആ ഗ്യാപ്പ് അത് നികത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആവിഷ്കരിക്കും. പിന്നെ മറ്റൊന്ന്, നാച്ചുറൽ കലാമിറ്റി, വിളകൾക്കുള്ള നാച്ചുറൽ കലാമിറ്റി റിലീഫ് അത് എത്ര കണ്ട് ഉയർത്താൻ പറ്റും ഓരോ ക്രോപ്പിനും സംബന്ധിച്ചുള്ളതായിരിക്കുന്ന കാര്യവും പ്രത്യേകം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യാപകമായ രീതിയിൽ ഗ്രാമ്പു, ജാതി, തെങ്ങ്, കവുങ്ങ്, വാഴ, റബ്ബർ, കൊക്കോ ഇത്രയും വിളകളുടെ വ്യാപകമായിട്ടുള്ള നാശം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ച് താങ്ങാവുന്നതിനും അപ്പുറമാണ്. എൻ്റെ അടുത്ത് വന്ന കരഞ്ഞ വനിതാ കർഷകരുണ്ട്, ദുഃഖം പങ്കുവെച്ചവരുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ, വീട്ടിലെ മറ്റ് അനുബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കണ്ടുവച്ചിരുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാവിയിലേക്കുള്ള കരുതൽ ധനമാണ് യഥാർത്ഥത്തിൽ ഈ കൃഷി എന്നുള്ളത്. അതിൻ്റെ തകർച്ച അവരുടെ ജീവിതത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം സാധ്യമാക്കാൻ LSTD വകുപ്പ് മന്ത്രിയോടുകൂടി സംസാരിച്ചതിന് ശേഷം LSTD ഡിപ്പാർട്ട്മെൻറ്റും കൃഷി വകുപ്പും സംയുക്തമായി ഈ നഷ്ടപ്പെട്ടതായിരിക്കുന്ന വിളകൾ മുഴുവൻ സൗജന്യമായി കർഷകർക്ക് റീപ്ലാന്റ് ചെയ്ത് കൊടുക്കാനുള്ള നടപടിയെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള നടപടികളിലേക്ക് പോകും. അതിനെക്കുറിച്ച് ആലോചിക്കും. നടപടികളും അനുബന്ധ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി MLAയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ഇവിടെ യോഗം ചേർന്ന് നിലവിലുള്ള MLA സ്കീം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്, നബാർഡ്, RKVY, കിഫ്ബി, പ്ലാൻ ഫണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട്, ഏതൊക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫെൻസിങ് നടപടികൾ എടുത്തിട്ടുണ്ടോ ആ നിലവിലുള്ള ഫെൻസിങ്ങിൻ്റെ ഒരു അവലോകനം, ഏതൊക്കെ തലത്തിൽ
അത് കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടി യോഗ തീരുമാനങ്ങൾക്ക് ശേഷം അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെടേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം നടപടികൾ അക്കാര്യത്തിലുണ്ടാകും. ഏതെല്ലാമോ അതിനുള്ള പ്രത്യേകമായ നടപടികളുണ്ടാകും. ഇവിടെ ഇന്ന് പിന്നെ വിത്ത് തേങ്ങയുടെ കാര്യം പ്രത്യേകം പറഞ്ഞു. അത് ജൂൺ മാസം വരെ വർദ്ധിപ്പിക്കണം, അതിൻ്റെ സംഭരണ സമയം വർദ്ധിപ്പിക്കണം എന്നുള്ള ഡിമാൻഡ് പറഞ്ഞു. അത് വർദ്ധിപ്പിക്കാനുള്ള നടപടി സംസ്ഥാന തലത്തിൽ സർക്കാർ സ്വീകരിക്കും. അതിൻ്റെ രണ്ടാം വിളയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പെൻഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അതും പെട്ടെന്ന് ഡിസ്പേഴ്സ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യവും സർക്കാർ ഗൗരവത്തോടു കൂടി ആലോചിക്കും. ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ ഇവർ പറഞ്ഞതുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥതല യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരോട് ഇന്നത്തെ മീറ്റിംഗ് മിനിറ്റ്സ് ആക്കി റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാകും. സ്പെഷ്യൽ പാക്കേജ് എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉച്ചരിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാക്കേജോ ഒരുപക്ഷെ പാക്കേജിനേക്കാൾ നല്ല രീതിയിലോ അല്ലെങ്കിൽ പാക്കേജ് പോലെയോ ഇതിൻ്റെ നടപടികൾ ഉണ്ടാകും. പാക്കേജ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാക്കേജ് പ്രഖ്യാപിക്കണമെങ്കിൽ അത് ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗവൺമെൻറ്റിൽ പോയി ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അതിൻ്റെ നൂലാമാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി മുന്നോട്ട് പോകണം. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് സ്വീകരിക്കണം. അങ്ങനെ കാലതാമസം വരും എന്നുള്ള ഒരു പ്രായോഗികത വെച്ചുകൊണ്ടാണ് അതിലേക്ക് ഇപ്പോൾ അത് പറയാതിരിക്കുന്നത്. ഡ്രോൺ സർവേൻ്റെ ആവശ്യം വരുന്നുണ്ട് ഇവിടെ നാശനഷ്ടം കണക്കാക്കാൻ. അത് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അംഗവൈകല്യം സംഭവിച്ച ഒരു കർഷകൻ്റെ കാര്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തു. ആ കർഷകൻ്റെ അതുപോലെയുള്ള വീടുകളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് പോകും. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ സമയം വർദ്ധിപ്പിച്ചിരിക്കുന്നത് നിലവിൽ കണക്ടിവിറ്റി ഇഷ്യൂ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനിയിപ്പം വൈഫൈ കണക്ടിവിറ്റി സെറ്റ് ചെയ്ത് ചെയ്യേണ്ടതായ ആവശ്യകതയുണ്ടെങ്കിൽ അതും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടത്തും. ഇപ്പോൾ ഇതിന് നിലവിൽ ഇൻഷൂറിൻ്റെ യാതൊരു സംവിധാനങ്ങളും ഇല്ല. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിയെല്ലാം ഒടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നഷ്ടപരിഹാരം കിട്ടാറില്ല. ഞങ്ങൾക്ക് നല്ല നഷ്ടപരിഹാരം കിട്ടിയാലേ ഇത് നടത്താൻ പറ്റുള്ളൂ. ഇൻഷൂർ ചെറിയ ഒരു മരത്തിൻ്റെ ഒരു വർഷം കിട്ടുന്ന 10-15 കിലോ ആണ് ആവറേജ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. 1000 രൂപയാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. ചെറിയൊരു ഇൻഷൂർ തുക കിട്ടിയോണ്ടൊന്നും കൃഷിക്കാർക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഇതിനെ പ്രത്യേകമായി പരിഗണിച്ച് നല്ല ഇൻഷൂർ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടാനുള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ മാത്രമേ ഈ കൃഷികൾ ഞങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുള്ളൂ. അതിന് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കി ഞങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ നികത്താൻ ഗവൺമെൻറ് ഞങ്ങളെ സഹായിച്ചാൽ മാത്രമേ ഈ മലയോരത്തുള്ള കൃഷിക്കാരെന്ന നിലയിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ.